ഹലോ ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നല്ലൊരു തീയലുമായിട്ടാണ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലാത്ത സമയത്ത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു തീയലാണ്. അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. മറ്റുള്ള കറികളൊന്നും നമുക്കിതിൻ്റെ കൂടെ ആവശ്യമില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇത് നമുക്ക് ദോശയ്ക്കും ഒക്കെ ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഇത് നമ്മൾ തേങ്ങ വറുക്കാനായിട്ടാണ്. അപ്പോൾ തേങ്ങ ഒരു പകുതി തേങ്ങയുടെ 1/4 ഭാഗത്തോളം തേങ്ങ നമ്മളിതുപോലെ വറുത്തെടുക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഫൈനായിട്ട് നമ്മൾ വറുത്തെടുക്കുക. അപ്പോൾ എടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂടെ കൊണ്ട് വഴന്ന് കിട്ടിക്കോളും. അപ്പോൾ നന്നായിട്ട് ഈ ഒരു പരുവാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം മല്ലിപ്പൊടി ഒരു 3 സ്പൂണോളം 2.5 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല എരിവുള്ള മുളക് പൊടി അതും കൂടെ ഇതിൻ്റെ കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഈ സമയത്തൊക്കെ നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ ഏതാണ്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫാക്കാം. അപ്പോൾ ഇത്രയും മുരിങ്ങക്കയാണ് എടുത്തിട്ടുള്ളത്. ഒരു 4 മുരിങ്ങക്ക ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു വലുപ്പത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി നമ്മളൊരു ചീനച്ചട്ടിയിൽ ഇതുപോലെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം, വെളിച്ചെണ്ണ. അതിന് ശേഷം കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം കടുക് വറുക്കാം. അപ്പോൾ അത് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ചെറിയുള്ളി കുറച്ച് ഒരു പിടി ഉണ്ട്. അപ്പോൾ ഒരു 20 ഇതോളം ഉണ്ടാവും. അതിൻ്റെ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്ത് നമ്മളിതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ 2 വറ്റൽമുളക് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടി കുറച്ച് ഇരിക്കാം. ഇനി ഇത് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. കൂടെ നമുക്കിതുപോലെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഏതാണ്ട് നമ്മളിതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതും ആ ഒരു പച്ചമണം പോകുന്നത് വരെ നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മുടെ മുരിങ്ങക്ക നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ആ ഒരു ഉള്ളിയുടെയും അതുപോലെ മഞ്ഞളും ഒക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാനിതിങ്ങനെ ഒന്ന് അടച്ച് വയ്ക്കേണ്ട ഒരു കുറച്ച് നേരം, വെള്ളം ഒഴിക്കാതെ. അപ്പോൾ അടി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ 2-3 സ്പൂൺ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം കുറച്ച് നേരം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പൊടി അല്ലെങ്കിൽ നമ്മുടെ തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം, അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് അരച്ച് എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു മുരിങ്ങക്ക ഏതാണ്ടൊക്കെ കുറച്ച് വേവായിട്ടുണ്ടാവും. ഇനി നമുക്ക് നമ്മുടെ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ പുളിവെള്ളം ഒഴിച്ച് നമ്മൾ അടച്ചു വെച്ച് കുറച്ച് നേരം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 to 10 മിനിറ്റ്സ് വരെ നമുക്കൊന്ന് ചെറിയ തീയിൽ ഇതിങ്ങനെ അടച്ചു വെച്ചാൽ ഏതാണ്ട് വേവായി കിട്ടും. അധികം മൂക്കാത്ത മുരിങ്ങയൊക്കെയാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഇത് ഏതാണ്ടൊക്കെ വേവായിട്ടുണ്ട്. ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയാൽ തന്നെ അറിയാം വെന്തിട്ടുണ്ടെങ്കിൽ ഉടഞ്ഞു വരും. ഇനി ഈ സമയത്ത് നമുക്ക് നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അധികം വെള്ളമില്ലാത്ത രീതിയിൽ തന്നെ അരച്ചെടുക്കുക. അതുപോലെ തന്നെ പിന്നെ നമുക്കിതെല്ലാം മിക്സ് ചെയ്ത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രം പിന്നെ കുറച്ച് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. ഞാൻ കുറച്ച് വെള്ളം കൂടി നമ്മുടെ മിക്സിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ചെറിയ തീയിൽ കുറച്ച് നേരം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഒന്ന് തിളച്ച് വരുന്നത് വരെ, നമുക്ക് ആ പൊടികളൊക്കെ ഒന്ന് മിക്സായി വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഏതാണ്ട് നമ്മൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫാക്കാം. മൊത്തം ഒരു 15 മിനിറ്റോളം മതിയാവും. അപ്പോഴേക്കും നമ്മുടെ തീയൽ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നമുക്ക് കറികൾ ദോശയിലേക്കും ഇഡ്ഡലിക്കും ഒക്കെ നമുക്ക് ഈ ഒരു തീയൽ ഉപയോഗിക്കാം. നല്ല ടേസ്റ്റിയാണ്. പിറ്റേ ദിവസം വേണമെങ്കിൽ ഉപയോഗിക്കാം, അധികം കേടൊന്നും വരില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ
ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.